അപ്പോൾ എല്ലാവർക്കും സ്പോർട്സ് പൾസിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2020 വേൾഡ് കപ്പ് അടുക്കാറായിരിക്കുകയാണ്. ജൂൺ 1 തുടങ്ങുന്നത്. അപ്പം നമ്മളപ്പം ഏകദേശം 20 ടീമുകൾ ഈ പ്രാവശ്യത്തെ 2020 വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ആതിഥേയ രാജ്യങ്ങളാണ്. അതായത് ഹോസ്റ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങൾ വെസ്റ്റ് ഇൻഡീസും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമാണ്. അല്ലാതെ 18 രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ICC റാങ്കിൽ 10 റാങ്കിങ്ങിലുള്ള ടീമിൻ്റെ സ്ക്വാഡ് ഒന്ന് അനലൈസ് ചെയ്യാമെന്ന്, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കൻ ടീമിനെയാണ്. സൗത്ത് ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം വരുന്ന പേര് RCBയുടെ പൊന്നും വിലയുള്ള നമ്മുടെ ABD വില്ലേഴ്സിനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ IPLലൊക്കെ താണ്ഡവമാടിയവരാണ് ABD വില്ലേഴ്സ്. IPL മാത്രമല്ല, ODIയിൽ അറിയാമല്ലോ, 31 ബോളിൽ 100 അടിച്ച പ്ലെയറാണ്. പക്ഷേ അതുപോലെ ആൽബി മോർക്കൽ, അതുപോലെ ഒരു ഗ്രെയിം സ്മിത്തൊക്കെ 2008 രാജസ്ഥാൻ റോയൽസ് കപ്പടിച്ച സമയത്ത് അന്ന് മെയിൻ നെടുന്തൂണായിരുന്നു അന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെത്. അതുപോലെ തന്നെ JP ഡുമിനി, ഫാഫ് ഡു പ്ലസീസ്, അതുപോലെ ഇപ്പം കുറേ കാലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്കോക്ക്, ഇവരെല്ലാം ഒത്തുചേർന്ന ടീമായിരുന്നു. ബോളേഴ്സ് എടുത്ത് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിൽ സ്റ്റെയിന് വേൾഡ് നമ്പർ 1 ബോളറാണ് അവരുടെ പക്കലുണ്ടാകുന്നത്. പക്ഷേ അതുപോലെ തന്നെ മോണി മോർക്കൽ, ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരു സെമിഫൈനലിനപ്പുറം കടക്കാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു പോരായ്മയാണ്. അപ്പം നമുക്കെന്തായാലും അത് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഈ പ്രാവശ്യത്തെ സ്ക്വാഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഈ പ്രാവശ്യത്തെ സ്ക്വാഡിലേക്ക് പോകാം. ഈ പ്രാവശ്യം ഏഡൻ മാക്രമാണ് സൗത്ത് ആഫ്രിക്കയെ നയിക്കുന്നത്. ഏഡൻ മാക്രം സൺറൈസേഴ്സിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസ ഹെൻഡ്രിക്സ് ഡൊമസ്റ്റിക്കലി നല്ല റെക്കോർഡുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ ലാസ്റ്റ് 2020 സീരീസ് ഇന്ത്യയിൽ നടന്നതിനകത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു റീസ ഹെൻഡ്രിക്സ് കാഴ്ചവെച്ചത്. അത് കഴിഞ്ഞാൽ ഡേവിഡ് മില്ലർ കില്ലറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഒരു ഗെയിം ചേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഡേവിഡ് മില്ലർ. പക്ഷേ നിലവിൽ അത്ര ഫോമിലല്ല. പക്ഷേ ക്രൂഷ്യൽ ഗെയിംസ് വരുമ്പോൾ ഫോമിലാകും എന്നാണ് നമ്മൾ കരുതുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വിൻ്റൺ ഡിക്കോക്കാണ് സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണിംഗ് പാർട്ട്ണറിൽ ഒരാളാണ് ക്വിൻ്റൺ ഡിക്കോക്ക്. അതിനകത്ത് എനിക്ക് ഡൗട്ടുള്ളത് മിക്കപ്പോഴും ക്വിൻ്റൺ ഡിക്കോക്കും റീസ ഹെൻഡ്രിക്സും ആയിരിക്കാം ഓപ്പണിംഗ് ചെയ്യാൻ ചാൻസ്. പക്ഷേ റീസ ഹെൻഡ്രിക്സ് മാറി നിന്ന് കഴിഞ്ഞാൽ ഏഡൻ മാക്രോവും ക്വിൻ്റൺ ഡിക്കോക്കും കൂടെ ആയിരിക്കാം ഓപ്പൺ ചെയ്യുന്നത്. എന്തായാലും ഓപ്പണിംഗ് പൊസിഷനിൽ ക്വിൻ്റൺ ഡിക്കോക്കിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൻറിച്ച് ക്ലാസൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലാസൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സിൻ്റെ ഒരു നെടുന്തൂണായിരുന്നു ക്ലാസൻ. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ODI വേൾഡ് കപ്പിനകത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു ക്ലാസൻ്റേത്. ഏകദേശം 160+ ആണ് സ്ട്രൈക്ക് റേറ്റ് 2020. ഫിനിഷറാണ്. അതുപോലെ തന്നെ ഏത് ഗെയിമും ചേഞ്ച് ചെയ്യാൻ മില്ലറിൻ്റെ അപ്പുറം, കാരണം മില്ലറിനേക്കാൾ ഫോമിൽ നിൽക്കുന്ന പ്ലെയറാണ് ഹെൻറിച്ച് ക്ലാസൻ. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഗെയിം സ്വിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്ലട്ടനെ നമ്മൾ അങ്ങനെ പണ്ട് പരിചയം കാണത്തില്ല. പക്ഷേ റിക്ലട്ടനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസ് സൗത്ത് ആഫ്രിക്ക വെച്ചുള്ളതിനകത്ത് വിക്കറ്റ് കീപ്പറായിരുന്നു. അദ്ദേഹം മിക്കപ്പോഴും സൈഡ് ബെഞ്ചിലായിരിക്കാനാണ് ചാൻസ്. കാരണം വിക്കറ്റ് കീപ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ക്വിൻ്റൺ ഡിക്കോക്കിൻ്റെ കാര്യം പറഞ്ഞു, ഹെൻറിച്ച് ക്ലാസൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ റിക്ലട്ടൻ സൈഡ് ബെഞ്ചിലായിരിക്കും. നല്ലൊരു ബാറ്റ്സ്മാനാണ്, പൊട്ടൻഷ്യലുള്ള ബാറ്റ്സ്മാനാണ്. പക്ഷേ അദ്ദേഹത്തിന് സൈഡ് ബെഞ്ചിലായിരിക്കും മിക്കപ്പോഴും സാധ്യത. ആരെങ്കിലും ഇഞ്ചേർഡ് ആയാൽ മാത്രമേ അദ്ദേഹം കളിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഒരു ഫ്യൂച്ചർ പ്ലെയറാണ് റിക്ലട്ടൻ. അത് കഴിഞ്ഞാൽ മാർക്കോ ജെൻസനെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. IPL സൺറൈസേഴ്സിൻ്റെ ഓൾറൗണ്ടറാണ്, മികച്ച ഗെയിമറാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഹൈറ്റ് യൂസ് ചെയ്ത് പല ബോളേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റ് യൂസ് ചെയ്ത് എറിയാത്ത ബോളേഴ്സ് ഉണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ പല ബോളേഴ്സിനും ഹൈറ്റ് ഉണ്ടെങ്കിൽ അത് അവർ യൂസ് ചെയ്യും. നമുക്ക് മോണി മോർക്കലിനെ അറിയാം. അതുപോലെ തന്നെ ഇപ്പം മാർക്കോ ജെൻസൺ നല്ല ഹൈറ്റാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഉണ്ടെങ്കിലും നല്ല ബാറ്റിംഗ് ആണ് പുള്ളിയുടെ. പലപ്പോഴും ഫിനിഷറായിട്ടൊക്കെ ഇത് ചെയ്യും. അപ്പം മാർക്കോ ജെൻസൺ ഉറപ്പായിട്ടും ഫസ്റ്റ് സ്ക്വാഡിൽ കാണും. അത് കഴിഞ്ഞ് ബാറ്റ്മാൻ ശരിക്കും തന്നെ ബാറ്റ്മാൻ്റെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ബാറ്റ്മാൻ എനിക്ക് തോന്നുന്നു SA 2020 സൗത്ത് ആഫ്രിക്കൻ ഡൊമസ്റ്റിക് 2020 ലീഗിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലെയറാണ്, ബോളറാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനുമായിട്ടുള്ള സീരീസിൽ ബാറ്റ്മാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്സെയാണ്. നമുക്ക് എല്ലാവർക്കും കോട്സെ അറിയാം. ജെറാർഡ് കോട്സെ അത്യാവശ്യം അഗ്രസീവ് പ്ലെയറാണ്. ജെറാർഡ് കോട്സെ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമാണ്. പക്ഷേ അത്ര എക്കണോമിക്കൽ ബോളറല്ല കോട്സെ. പലപ്പോഴും തല്ല് വാങ്ങാറുണ്ട്. പക്ഷേ തല്ല് വാങ്ങാറുണ്ടെങ്കിലും പലപ്പോഴും ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കുന്നതിനകത്ത് വലിയൊരു പങ്ക് കോട്സെ വഹിക്കാറുണ്ട്. ബ്രേക്ക് ത്രൂ നൽകുന്നതിനകത്ത് പലപ്പോഴും കോട്സെ മിടുക്കനാണ്. അത് കഴിഞ്ഞ് കോട്സയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർട്യൂണാണ്. ഫോർട്യൂൺ ഒരു ലെഫ്റ്റ് ആം സ്പിന്നറാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്ക വേഴ്സസ് പാകിസ്ഥാൻ വെച്ച് നടന്ന കളികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അത്ര ഇമ്പാക്റ്റ് പ്ലെയർ ഒന്നുമല്ല. എന്നാൽ പോലും സൈഡ് ബെഞ്ചിലായിരിക്കും ചാൻസ്. പക്ഷേ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ചാൻസ്. അതുകൊണ്ട് അടുത്ത പ്ലെയറിലോട്ട് നമ്മൾ പോയാൽ കേശവ് മഹാരാജ്. ഈ പ്രാവശ്യം സൗത്ത് ആഫ്രിക്കൻ ബോളിങ്ങിൽ ഒരു നെടുന്തൂണാണ് കേശവ് മഹാരാജ്. കാരണം സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് നിയന്ത്രിക്കുന്ന കേശവ് മഹാരാജ് ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പം കേശവ് മഹാരാജ് നമുക്കറിയാം ഇപ്രാവശ്യം രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയറാണ്. അതുമാത്രമല്ല ഇന്ത്യയിൽ നടന്ന ODI വേൾഡ് കപ്പിനകത്ത് ക്രൂഷ്യൽ പ്ലെയറായിരുന്നു കേശവ് മഹാരാജ്. നല്ല എക്കണോമിക്കൽ ബോളറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർച്ചയാണ്, ഹെൻറിച്ച് നോർച്ചെ. അറിയാമല്ലോ, ഇപ്പം DC-യുടെ പ്ലെയറാണ്. പക്ഷേ പഴയ ഫോമിലല്ല. പ്രത്യേകിച്ച് ഞാൻ അടുപ്പിച്ച് രണ്ടുപേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറിച്ച് നോർച്ചയും അതുപോലെ കഗീസോ റബാഡയും. ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷനാണ്. അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഭയങ്കര ഗുണം ചെയ്യും. പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പം നിലവിൽ ഫോമിലല്ല. DC-യിലാണെങ്കിൽ ഹെൻറിച്ച് നോർച്ചെ അത്ര ഫോമിലല്ല. അതുപോലെ തന്നെ കഗീസോ റബാഡ പഞ്ചാബിൽ നിലവിൽ ഫോമിലല്ല. പക്ഷേ ഇവരുടെ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഇവർ ഫോമിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് ബാറ്റ്സ്മാൻമാർക്കും പേടി സ്വപ്നമാണ്, യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിസ്റ്റൻ സ്റ്റബ്സ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്ലെയറാണ്. ഡൽഹി ക്യാപിറ്റൽസിനെ തിരിച്ചു കൊണ്ടുവന്നത് ട്രിസ്റ്റൻ സ്റ്റബ്സാണ്. നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസ് ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര പുറകിലോട്ട് പോയതാണ്. പക്ഷേ സ്റ്റബ്സിൻ്റെ വെട്ടിക്കെട്ട് ബാറ്റിംഗാണ്. പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള ഇന്നിങ്സ്, എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലാഞ്ഞായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയെ തിരിച്ചു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷംസി നമുക്കറിയാം ഒരു ചൈനാമാനാണ്, ലെഫ്റ്റ് ആം ചൈനാമാനാണ്. കാരണം വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലെ ആ കളിയെന്നുള്ളത് കൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് കുറച്ചുകൂടെ സ്ലോ പിച്ചാണ്. എനിക്കൊന്ന് ഒരു കളിയേ ഉള്ളൂ ദക്ഷിണാഫ്രിക്കയുടെ വെസ്റ്റ് ഇൻഡീസ് വെച്ച്. അമേരിക്കൻ പിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് പേസി പിച്ചായിരിക്കാനാണ് ചാൻസ്. കുറച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ് അമേരിക്കയുടെ. അങ്ങനെയാണെങ്കിൽ ഷംസിയൊക്കെ സൈഡ് ലൈനിലായിരിക്കും. പക്ഷേ വെസ്റ്റ് ഇൻഡീസിൽ വരുന്ന സമയത്ത് ഷംസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണ്. പ്രത്യേകിച്ച് സ്ലോ പിച്ചാണ് വെസ്റ്റ് ഇൻഡീസിലെ. പ്രാവശ്യത്തെ സൗത്ത് ആഫ്രിക്കൻ ടീം ഞാൻ വിലയിരുത്തിയിട്ട് കുഴപ്പമില്ലാത്ത ടീമാണ്. പക്ഷേ എല്ലാ ടീമിനും നമുക്ക് മൈനസ് പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് ആണ് തോന്നിയത്. പലപ്പോഴും നമ്മൾ വിക്കറ്റ് കണ്ടിന്യൂസ് പോകുമ്പം, പ്രത്യേകിച്ച് ഐഡൻ മോക്രവും അതുപോലെ കിൻഡർ ഡിക്കോക്കും ആണ് ഓപ്പണിംഗ് എങ്കിൽ എല്ലാ ബാറ്റ്സ്മാൻമാരും, ഇപ്പം മില്ലർ എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസൻ എടുത്താലും അതുപോലെ ജെൻസൺ എടുത്താലും അവരെല്ലാം എക്സ്പ്ലോസീവ് പ്ലെയേഴ്സാണ്. സ്റ്റബ്സ് എടുത്താലും എക്സ്പ്ലോസീവ് പ്ലെയേഴ്സാണ്. അവർ പലപ്പോഴും കണ്ടിന്യൂസ് വിക്കറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് പതുക്കെ ടീമിനെ ബിൽഡ് ചെയ്യാൻ, ലൈക്ക് കോഹ്ലിയുടെ കൂട്ടൊരു പ്ലെയർ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീമിൽ പല പ്ലെയേഴ്സും ഉണ്ട് അങ്ങനെ കഴിവുള്ളത്. പെട്ടെന്നൊരു ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലെയേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പല ആൾക്കാരും ഭയങ്കര എക്സ്പ്ലോസീവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സ്പ്ലോസീവ് ചെയ്ത് വിക്കറ്റ് കളയാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആരുമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇഞ്ചറി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പറ്റിയ റീപ്ലേസ് ഇപ്പോഴത്തെ സൗത്ത് ആഫ്രിക്കൻ ടീമിലില്ല. അത് വലിയൊരു നെഗറ്റീവ് പോയിൻ്റാണ്. പക്ഷേ പ്രവചനങ്ങളെല്ലാം അപ്രസക്തമാക്കി നമ്മുടെ മാക്രത്തിൻ്റെ ടീം വളരെ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്ന് ഈ ചാനലിൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.